തകൃതിയായിട്ട് വണ്ടിയും വാഷ് ചെയ്ത് എങ്ങോട്ടാന്നല്ലേ? ഇന്നൊരു ഗോവൻ ട്രിപ്പ് പോയാലോ? ഹായ് ഗൈസ്, ഇത് ഗോകുലാണേ. 6 ദിവസം നീണ്ടിരിക്കുന്ന ഒരു ഗോവൻ ട്രിപ്പ്. മൈസൂർ, കൂർഗ്, ചിക്മംഗ്ലൂർ, 2 ദിവസം ഗോവ. ഇതാണ് നമ്മുടെ പാക്കേജ്. ഇന്ന് പാക്കേജ് ചെയ്യുന്നത് ഫ്ലാമിംഗോസ് ടൂർ പ്ലാനേഴ്സ് ആണ് ഇന്നത്തെ പാക്കേജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി കഴുകി തീർന്നപ്പോൾ നമ്മുടെ ഗ്ലാഡി അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സർവീസിന്. അപ്പോൾ നമ്മൾ സർവീസ് കാര്യങ്ങൾ കഴിഞ്ഞ് നേരെ നമ്മൾ കോളേജിൽ പോവുകയാണ്. അപ്പോൾ നേരെ കോളേജിലെത്തി നമ്മൾ ട്രിപ്പ് എടുക്കാൻ നിൽക്കണം. പിന്നെ നമ്മൾ ട്രിപ്പ് എടുക്കുന്നത് BMM കോളേജ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് എഡ്യൂക്കേഷൻ കൊട്ടാരക്കര. അപ്പോൾ അവിടെ നിന്നാണ് ഇന്ന് നമ്മൾ ട്രിപ്പ്. 2 ബസ്സാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് കൂടെ ട്രിപ്പ് പോകാനുള്ളത് വോയേജറാണ്. നമ്മുടെ രാഹുൽ ബ്രോയുടെ വണ്ടിയാണ് വോയേജർ. അപ്പോൾ വോയേജർ ഇന്നുണ്ട്. അപ്പോൾ നേരെ നമ്മൾ പിള്ളേരെയും കയറ്റി നേരെ ഡീസലൊക്കെ അടിച്ച് ഫുൾ ടാങ്ക് ആക്കിയിട്ട് ഞങ്ങൾ നേരെ ട്രിപ്പ് എടുത്ത് പോകുക കേട്ടോ. അപ്പോൾ ഇന്ന് അക്കുണ്ട്, ഞാനുണ്ട്, പിന്നെ നമ്മുടെ ഷിബിനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പോവുകയാണ്. പിന്നെ ഇന്ന് പാക്കേജ് ചെയ്യുന്നത് നമ്മുടെ വിഷ്ണുവും വിനായകും കേട്ടോ. അപ്പോൾ സ്റ്റുഡൻസിന് നമ്മൾ ഡിന്നർ കാര്യങ്ങൾ കൊടുത്ത മൂപ്പൻസ് നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ മൂപ്പൻസ് നിന്ന് ഫുഡും കൊടുത്തിട്ട് 2 വണ്ടി നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നാളെ രാവിലെ നമുക്ക് ഫസ്റ്റ് മൈസൂരാണ് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ഡിന്നർ കാര്യങ്ങൾ കഴിച്ചിട്ട് നേരെ വണ്ടി എടുത്തു. രാവിലെ നമുക്ക് മൈസൂർ എത്തണം. അപ്പോൾ സ്റ്റുഡൻസിന് നമ്മൾ സിനിമ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അത് അവർ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാബിനിൽ പാട്ടൊക്കെ ഇട്ട് അടിച്ചുപൊളിയായിട്ട് പോകട്ടോ. അപ്പോൾ ഞാൻ രാത്രി തലേദിവസം ഉറങ്ങിയിട്ടില്ലായിരുന്നു, ട്രിപ്പ് കാര്യങ്ങളുള്ളതുകൊണ്ട് ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ക്യാബിനിൽ കിടന്ന് നല്ല ഒരു ഉറക്കം പാസ്സാക്കി കേട്ടോ. ഉറക്കം പാസ്സാക്കി രാവിലെ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ കാണുന്നത് വണ്ടി ആൾറെഡി വയനാട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ 2 വണ്ടിയും കയറി ബന്ദിപ്പൂർ കാട്ടിൽ പോകുന്നു കേട്ടോ ഞാൻ കാണുന്നത്. അപ്പോൾ രാവിലത്തെ ആ സൂര്യപ്രകാശവും കാര്യങ്ങളായിട്ട് നല്ല വിഷ്വലായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ആനയെ കാണുന്നുണ്ട്, മാനിനെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടാവും കേട്ടോ പോകുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് ഫ്രഷപ്പ് കാര്യങ്ങൾ വരുന്ന രാജേശ്വരൻ്റെ അവിടെ വരുന്നത്. അപ്പോൾ അവിടെ എത്തി നമ്മൾ പിള്ളേരെയൊക്കെ വിട്ടു, വണ്ടി 2ഉം പാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ എന്നിട്ട് ഫ്രഷ് ആവാൻ പോവാണ്. കാരണം നമുക്ക് പിള്ളേരെയും കൊണ്ട് സൈറ്റ് സീയിങ്ങിന് പോകണം. ഇപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ കഴിച്ചിട്ട് നേരെ നമ്മൾ ആദ്യം പോകുന്ന പയ്യാനയിലോട്ടാണ് കേട്ടോ പോകുന്നത്. കാർ മ്യൂസിയത്തിലാണ് പോകുന്നത്. അപ്പോൾ നേരെ അവിടെ എത്തി. അവിടെ തിരക്ക് അത്യാവശ്യം കുറവായിരുന്നു, അധികം വണ്ടി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങൾ ചെന്ന ദിവസം മൈസൂർ രക്ഷയില്ലാത്ത തിരക്കായിരുന്നു കഴിച്ചു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല ചൂടായിരുന്നു കേട്ടോ. നല്ല ചൂട്, നല്ല ബ്ലോക്കും ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ലഞ്ചും കൂടെ നേരെ പാലസിൽ പോയി. പാലസിലും ഇതുപോലെ തന്നെയായിരുന്നു, നല്ല തിരക്കായിരുന്നു. ടിക്കറ്റൊക്കെ നമുക്ക് വൈകിയാണ് കിട്ടിയത്. ആ പാലസ് കാര്യങ്ങൾ കണ്ടിറങ്ങി പിള്ളേർ നമ്മൾ നേരെ പിന്നെ അടുത്ത വൃന്ദാവനിലോട്ടാണ് പോകുന്നത്. വൃന്ദാവനിലും ഈ പറഞ്ഞതുപോലെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ വൃന്ദാവനിലെ പാർക്കിങ്ങിലെത്തി പിള്ളേരെയൊക്കെ ഞങ്ങൾ കയറ്റി വിട്ടു. അപ്പോൾ ഞങ്ങൾ നേരെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ വണ്ടിയുടെ അടുത്ത് എത്തി. അവിടെ നേരെ പിള്ളേരെയും കൂട്ടി നേരെ നമ്മൾ വണ്ടി എടുത്ത് രാജേഷേട്ടൻ്റെ അവിടെ എത്തി കേട്ടോ. രാജേഷിൻ്റെ അവിടെ എത്തിയിട്ട് ടോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടു. നേരെ നമ്മുടെ നെയിം ബോർഡൊക്കെ ഓൺ ആക്കിയിട്ട് അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റുഡൻസിന് DJ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ DJ കാര്യങ്ങളൊക്കെ കൊടുത്തു. അടിപൊളിയായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോ നമ്മൾ വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ബൈ ഫ്രം ഗോകുൽ.